ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ എല്ലായിടത്തും. ഇപ്പൊ ഇവിടുന്ന് എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞത് അടിഞ്ഞു കൂടിക്കിടക്കാന്ന് പറഞ്ഞാൽ അടിഞ്ഞു കൂടിക്കിടക്കാം. ഈ സ്റ്റക്കായി കിടക്കണത് ഇവിടുന്നേ തുടങ്ങി കേട്ടോ. ഏകദേശം 4 മണിയായി കേട്ടോ. 4 മണിയാകുമ്പോഴത്തേക്കും ഒരു ലൗസ് എത്തി. അപ്പോൾ ആ ലൗസിൻ്റെ അവിടെ പയ്യെ നിർത്തി നമുക്ക് ഷിഫ്റ്റ് മാറാം. വെളുപ്പിന് 4 മണിയായില്ലേ. ലൗസിൻ്റെ അകത്തെ പരിപാടികൾ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ വേണ്ട വൈപ്പർ ഇടാത്തതിന് നമ്മളൊന്നും പറയരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വൈപ്പറിലെല്ലാം നിറയെ ഐസ് പിടിച്ച് ഫ്രോസൺ ആയിരിക്കുക. അപ്പോൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്നുള്ളല്ലാതെ മിററൊന്നും ക്ലീൻ ആവുന്നില്ല കേട്ടോ. ഈ സ്റ്റക്കായി കിടക്കണത് ഇവിടുന്നേ തുടങ്ങി കേട്ടോ. അത് ഇവനൊക്കെ ഡിച്ചി കിടക്കുക. ജാക്ക് പാർക്ക് ചെയ്യാൻ നോക്കിയതാ. ജാക്കിലേക്ക് ഇറങ്ങിപ്പോയതാണ്. ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ എല്ലായിടത്തും. ഇതൊക്കെയാണ് ട്രക്ക് സ്റ്റോപ്പിലെ കാഴ്ചകൾ. അടിഞ്ഞു കൂടിക്കിടക്കാന്ന് പറഞ്ഞാൽ അടിഞ്ഞു കൂടിക്കിടക്കാം. ഇപ്പൊ ഇവിടുന്ന് എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞത് ഒരു ടാസ്കാണ്. എല്ലായിടത്തും സ്റ്റക്കാണ്. ഒറ്റ വണ്ടി അനങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫ്യൂവലിൽ കിടക്കുന്ന വണ്ടികളിൽ പോയി ആരെങ്കിലും പാർക്ക് ചെയ്ത് കിടക്കുവാണോ അതോ പോവോ എന്നുള്ളതൊന്ന് ചോദിക്കാം. അപ്പോൾ വേണ്ട ഈ വണ്ടിക്കാരൻ പോവും. ബാക്കി എല്ലാവരും രാത്രിയിലത്തേക്ക് പാർക്ക് ചെയ്ത് കിടക്കുന്ന ലക്ഷണം ആരും പോവില്ല. അവൻ്റെ പുറകെ കൊണ്ടുവരാം. ഈ കിടക്കണ നമ്മളെ വണ്ടി. അർജുൻ ഭായി, ഇവന്മാരെല്ലാം രാത്രിയിലത്തേക്ക് പാർക്ക് ചെയ്തിട്ടാണ്. ഇവനെ നമ്മളെ പുറകിലുള്ള ട്രക്കാ. ഇച്ചിരി ബാക്കപ്പ് ഇട്ടാ സ്കെയിലിൽ കയറാൻ പറ്റുമോ? ഞാൻ ഇവനോട് ഇച്ചിരി ബാക്കപ്പ് ഇടാം. ഞാൻ പുറകെ നിൽക്കാം. That somehow we can go. If you don't go, we don't go because everyone is just sleeping. Because you cannot drive. It's like stuck everywhere. You have to just sleep and relax. അർജുൻ ഭായിക്ക് പറഞ്ഞു കൊടുക്കുക ഇച്ചിരി ബാക്കപ്പ് ഇട്ട് സ്കെയിലിൽ കൂടെ തന്നെ കയറ്റാനുള്ള പരിപാടിയാണ് നമ്മള്. പോരെ 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 പോരെ. ജാക്ക് എടുക്കില്ലേ, ചവിട്ടി പോട്ടെ. ഓ കേറൂല 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 തെന്നുവാ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇവനോട് നമ്മളൊരു ഇച്ചിരി ബാക്കി പോകാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കെയിലിൽ കയറ്റാം. നമ്മളെ ട്രക്ക് പോരട്ടെ. വാ വാ.
കയറി കിട്ടിയെന്ന് വേണം കേട്ടോ. ഓ ഭാഗ്യം, നമ്മൾ സ്കെയിലിൽ കയറി കിട്ടി. ഇനി ഇവിടുന്ന് നമുക്ക് ഇറങ്ങി പോവാം. എത്രമാത്രം സ്നോയിൽ കൂടെ ഉരുട്ടിക്കയറ്റി പോണേന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ. ഈ കനത്തിലാ സ്നോ. ടയർ ട്രാക്ക് നോക്കിക്കേ, ആ ഒരു കനത്തിലാ സ്നോ. നമുക്ക് ഈ ബ്രേക്ക് ലൈറ്റിൽ നിന്നൊക്കെ സ്നോ മാറ്റി കളയാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നമ്മുടെ വെട്ടൊന്നും ആരും കാണിയല്ല. ഇത് നന്നായി. നമുക്ക് ഇവിടെ ഇട്ട് ഫ്രീ ഇട്ടിട്ട് അങ്ങ് പോവാം. നമ്മളെന്തായാലും നമ്മളാ സ്കെയിലി വണ്ടി നിർത്തിയിട്ടു നമുക്ക് പോയൊരു കാപ്പി എടുത്തിട്ട് വരാം, എന്നിട്ട് റോഡിലേക്ക് ഇറക്കാം. ഇനി സ്റ്റക്ക് ആണെങ്കിലും എന്തായാലും കഴിക്കാനും കുടിക്കാനും ഉണ്ടാവുമല്ലോ. നമ്മളുണ്ടല്ലോ എന്തായാലും ഒരു കാപ്പിയും മേടിച്ചു, രണ്ടൊന്നും പുഴുങ്ങിയ മുട്ടയും മേടിച്ചു, ഒരു സാൻഡ്വിച്ചും മേടിച്ചു കേട്ടോ. എങ്ങാനും ഇനി പോണ വഴിക്ക് സ്റ്റക്കായാലോ. ഇനി നേരെ വണ്ടി എടുത്ത് പോവാം. ഇത് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടേക്കുന്നുണ്ടോ, ചറപ്പറ പാർക്ക് ചെയ്തിട്ടേക്കെന്ന് പറഞ്ഞാൽ ഇവിടുന്നൊക്കെ ഇനി വണ്ടി എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക്കാണ്. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. വീശി എടുത്തോ, ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. കാരണം നമ്മൾ വണ്ടി എടുത്ത് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. നോക്കിക്കേ, എല്ലായിടത്തും കൊണ്ടാണ് പാർക്ക് ചെയ്തത്. കാരണം എല്ലാവരുടെയും ലോഗും തീർന്നു കാണും. മിക്കവരും സിംഗിൾ ഡ്രൈവേഴ്സ് ആയിരിക്കും. എവിടെയെങ്കിലും നിർത്തിയല്ലേ പറ്റുള്ളൂ. നേരെ റോട്ടിൽ കൊണ്ട് നിർത്താന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. നമുക്ക് പുറത്തിറങ്ങണ്ടേ. ഇത് ഇപ്പോൾ ആമസോൺകാരൻ മൂവ് ചെയ്യുന്നുണ്ട്. ഒരു വിധത്തിൽ നമ്മൾ റോട്ടിൽ കയറി. ഇനിയിപ്പോൾ ദൈവാനുഗ്രഹിച്ചെല്ലാം മാനേജബിൾ ആയിരിക്കും. ദൈവമേ, സത്യം പറഞ്ഞാൽ റോട്ടിൽ സ്റ്റക്കായും ഡിച്ചിലും കിടക്കുന്ന വണ്ടികളുടെ എണ്ണം കാണുമ്പോഴാണ് ദൈവം നമ്മളെ എത്രമാത്രം കാത്തു രക്ഷിക്കണമെന്ന് തോന്നണേ കേട്ടോ. കാരണം ആലോചിച്ച് നോക്കി, ഒരു വിധത്തിൽ നമ്മളെങ്ങും പെടാതെ അങ്ങ് തെന്നിയാണല്ലോ അങ്ങ് റോട്ടിൽ കൂടെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നുണ്ട്. ഏത് ദൈവവിശ്വാസി അല്ലാത്ത ആളും ദൈവത്തെ വിളിച്ചു പോകുന്ന അല്ലെ വിശ്വസിച്ച് പോകുന്ന ചില സാഹചര്യങ്ങൾ ഇതൊക്കെ. വലിയ തണുപ്പില്ല കേട്ടോ പുറത്തിറങ്ങിയിട്ട്. കാപ്പി എടുക്കാൻ പോയപ്പോഴാണെങ്കിലൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പോയി കുളിച്ചു വന്നു. എനിക്ക് തോന്നിയായിരുന്നു ഷവർ ബുക്ക് ചെയ്ത് കണ്ടപ്പോൾ. ഞാൻ അവിടെ ചെന്നപ്പോൾ നൈസായിട്ട് അങ്ങോട്ട് കയറിയാലോ എന്ന് ആലോചിച്ചാ. പിന്നെ ഓർത്ത് വേണ്ടാത്ത. എന്തായാലും പമ്പിൽ നിന്ന് ഷിഫ്റ്റ് മാറി പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും റോട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എല്ലാവരും ആ ഗ്യാസ് സ്റ്റേഷനിലും സൈഡിലും റോഡ് സൈഡിലും ഒക്കെ ആയിട്ട് അവിടെ ഒതുക്കിന്നു. നമുക്കെന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ റോട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും എനിക്ക് തോന്നണ എന്നാന്നറിയോ, ഭീഷ്മപർവ്വത്തിൻ്റെ അകത്ത് തുടക്കത്തിൽ നമ്മുടെ മമ്മൂക്ക പഞ്ഞിക്കിടുക എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ തന്നെ പറഞ്ഞെന്നുള്ള ഒരു സാധനത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. പഞ്ഞി ഇങ്ങനെ പലകക്കകത്ത് അടിച്ചടിച്ച് ഇരുത്തുക എന്നുള്ളത്. അതുപോലെ ഈ മഞ്ഞ് മുഴുവനും റോട്ടിൽ പെയ്തിട്ട് ഈ കാണാവുന്ന വണ്ടികളെല്ലാം അതിൻ്റെ മുകളിൽ കൂടെ ഓടി റോഡിലേക്ക് ഈ ഐസെല്ലാം കൂടെ അങ്ങ് അടിച്ച് പരത്തി ഇരുത്തി കഴിയുമ്പോഴത്തേക്കും ഐസിൻ്റെ ഒരു പാളി അങ്ങ്
രൂപപ്പെടില്ല. അപ്പോൾ അതുപോലത്തെ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ താഴെ കാണുന്നത്. അതിൻ്റെ മുകളിൽ കുറേ ഇതുപോലെ അടിച്ച് പതിയാത്ത സ്നോ ഉണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് അങ്ങ് പോവാം. പക്ഷെ അതൊരു ചെളി പോലത്തെ ഇതിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷെ അതുപോലെ തിക്നെസ് ഉണ്ട് അങ്ങ് അടിയിൽ ഐസ് റോട്ടിൽ പതിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഡേഞ്ചർ ഫേസ് ചെയ്യാൻ പോണത് വലിയ ഇറക്കവും കയറ്റവും, ഇറങ്ങുമ്പോഴും കയറ്റം കയറുമ്പോഴും. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്യാബിൻ്റെ ആ ഒരു ടോപ്പ് ആംഗിളിൽ നിന്ന് നിലത്തേക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ ചെളിയുടെ എമൗണ്ട് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് വീഡിയോയിൽ അങ്ങ് മനസ്സിലാവാത്ത കേട്ടോ. നല്ല എമൗണ്ട് ഓഫ് ചെളി റോഡിലുണ്ട്. അതുകൊണ്ട് മുമ്പിൽ മറ്റൊരു റിക്കവറി ഉണ്ട് കേട്ടോ. ശരിക്കും മനുഷ്യർക്ക് അപകടം പറ്റുന്നത് ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ കുറവാണെന്നുണ്ടെങ്കിലും കാണുമ്പോഴത്തേക്കും നമ്മുടെ ചങ്ക് തരും കേട്ടോ. കാരണം ഒന്നാമത്തെ ട്രക്കിംഗ് ഇൻഡസ്ട്രി ഏറ്റവും ബുദ്ധിമുട്ടി കൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളായത്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കുക, ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഓണർ ഓപ്പറേറ്റർമാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിക്കവറിക്ക് കോസ്റ്റ് ചെയ്യുന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ അത്രയും ഒരു എമൗണ്ട് ഈ ഒരു സമയത്ത് ലോസ് വരിക എന്ന് പറഞ്ഞാൽ കമ്പനികൾ നഷ്ടത്തിൽ പോകുന്ന സാഹചര്യം അതൊക്കെ. ഒരു കണക്കിന് പറയുമ്പോഴത്തേക്കും ദൈവം അനുഗ്രഹിച്ച് മനുഷ്യന്മാർക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൈവമേ രക്ഷിച്ചല്ലോ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ പ്രത്യേകിച്ച് ചെറിയ ചെറിയ കമ്പനികളുണ്ടല്ലോ, 2, 3, 4 ട്രക്കൊക്കെ ഉള്ള ചെറിയ ചെറിയ ഓണർ ഓപ്പറേറ്റേഴ്സ്, അവർക്കൊക്കെ ആയിരിക്കും ഈ ഒരു സാഹചര്യം പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ചിലവല്ലേ മുന്നിൽ വരുന്നത്. ഒരു റിക്കവറിക്ക് ഇതാണ് കോസ്റ്റ് എന്നുള്ളതല്ല ഇവിടുത്തെ ഇത്. ഓരോ ഇതിൻ്റെയും സാഹചര്യം ഇതിനനുസരിച്ച് ഓരോ റിക്കവറി കമ്പനിക്ക് അവരുടേതായ ഒരു റേറ്റ് അങ്ങ് പറയുക അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയാണ് ഓരോ റിക്കവറിയുടെയും കോസ്റ്റ് എന്നുള്ളത് നമുക്ക് പറയാനും പറ്റില്ല. ടെമ്പറേച്ചർ -4 കേട്ടോ. പിന്നെ റോഡിലേക്ക് നോക്കിക്കേ, അൾട്ടിമേറ്റ് ലോൺലിനെസ് ആണ്. നമ്മൾ മാത്രമേ റോഡിലുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വണ്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാൻ, നമുക്ക് കുറച്ചുകൂടി ഒരു ധൈര്യം വരും. ഇവരൊക്കെ മുമ്പിലുണ്ടല്ലോ, അല്ലെ ആ ഒരു ടയർ ട്രാക്കോ അല്ലെ ആൾക്കാർ മുമ്പിൽ പോകുന്നുണ്ടല്ലോ, റോഡെല്ലാം ഓക്കെ ആണെന്നുള്ളൊരു തോന്നലേ. അതേസമയം ഇപ്പോൾ ആൾക്കാരില്ലാത്ത സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് ശരിയായിരിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മനസ്സിനെ ബാധിക്കും. എന്തായാലും നമ്മളങ്ങനെ സാധാരണ ഇതുവരെ നമ്മളെങ്ങും നിർത്തിയിട്ടിട്ടില്ല. ഇപ്പോൾ 6 കൊല്ലത്തോളമായിട്ട് നമ്മളിങ്ങനെ പയ്യെ പയ്യെ അങ്ങ് പോയാണ് നമ്മുടെ ഒരു ശീലം. നമുക്കെന്തായാലും നോക്കാം. ഒരു പ്രാവശ്യം ഭയങ്കര കാറ്റ്, അന്ന് വണ്ടി മറിച്ചിടുന്ന സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഓവർനൈറ്റ് നമ്മൾ നിർത്തിയിട്ടായിരുന്നു കേട്ടോ. അന്ന് എല്ലാ വണ്ടികളും നിർത്തിയിട്ട് മൊത്തത്തിൽ സീനായിരുന്നു. നമ്മളിപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്പീഡ് 40 miles/hour അല്ലെങ്കിൽ 60-64 km/h കേട്ടോ. ഇവിടുത്തെ സാഹചര്യത്തിൽ ഈ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്ലോ സ്പീഡാണ്. നമ്മൾ വലിയ ഹൈ സ്പീഡൊന്നുമല്ല. അങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എന്നാണല്ലോ. എന്നാൽ ഇതിലും താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങ് എത്തുകയില്ല. ചിലപ്പം ടയർ കിടന്ന് കറങ്ങാൻ നോക്കി അവിടെ കിടന്ന് കറങ്ങുകയും ചെയ്യും കേട്ടോ. സമയം വെളുപ്പിന് 5:30 അടുക്കുന്നു കേട്ടോ. നമ്മുടെ അർജുൻ ഭായ് പോയി കിടന്നു. പുള്ളി രാത്രി മുഴുവൻ എണീറ്റിരുന്ന് വണ്ടി ഓടിച്ച് ക്ഷീണത്തിലാണ്. നമ്മളിങ്ങനെ ഓടിച്ച് ഇങ്ങനെ പയ്യെ പൊക്കോണ്ടിരിക്കുന്നു 60 കിലോമീറ്ററിലൊക്കെ. എന്തായാലും മുന്നോട്ട് പോകും തോറും ആ പെയ്ത് കിടക്കുന്ന മഞ്ഞിൻ്റെ ഉണ്ടല്ലോ എമൗണ്ടിന് ഒരു ചെറിയ കുറവ് കാണുന്ന പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പയ്യെ ഇതെല്ലാം അങ്ങ് മാറിയാൽ മതിയായിരുന്നു. മാറാനാണ് സാധ്യത. നമ്മളിപ്പോൾ തന്നെ പാർക്ക് സിറ്റിയും സോൾട്ട് ലേക്ക് സിറ്റിയൊക്കെ എത്തും. അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു വലിയ ചുരമുണ്ട്. ആ ചുരം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും സാധാരണ ഈ ടെമ്പറേച്ചർ നല്ല രീതിയിൽ കയറാറാണ് പതിവ്. അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ കേട്ടോ. കണ്ടോ കുറച്ചുകൂടെ മുന്നോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും റോഡിൽ നമ്മുടെ ടാറൊക്കെ വിസിബിളായി തുടങ്ങി. ഇപ്പോൾ പയ്യെ ക്ലിയർ ആവാൻ തുടങ്ങുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മൾ നേരത്തെ കണ്ട അത്രയും റോഡിൽ നിറയെ ചെളിയൊന്നും അടിച്ചും കൂടി കിടപ്പില്ല. പയ്യെ ആ ടാറൊക്കെ ഒന്ന് വിസിബിളായി തുടങ്ങി. റോഡിൻ്റെ അവസ്ഥ ബെറ്റർ ആയതോടുകൂടി പയ്യെ ട്രക്കുകളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. ഇനി നമുക്ക് ദൈവം അനുഗ്രഹിച്ച് പേടിക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം നേരെ ഇവാൻസ്റ്റൺ ആണ് വയോമിങ്ങിൻ്റെ യൂത്തിൻ്റെ ബോർഡർ സിറ്റി. ഇവാൻസ്റ്റണും കഴിഞ്ഞ് നേരെ പാർക്ക് സിറ്റി, സോൾട്ട് ലേക്ക് സിറ്റി, അങ്ങനെ അങ്ങ് പോകുന്നു നമ്മുടെ യാത്ര.
വിചാരിച്ച പോലെ തന്നെ പാർക്ക് സിറ്റിയോട് അടുക്കുമ്പോഴത്തേക്കും വേണ്ട ടെമ്പറേച്ചർ -1 ആയി. അതോടൊപ്പം തന്നെ ആ മഞ്ഞിൻ്റെ കാഠിന്യമൊക്കെ ഒന്ന് മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പം ഗേജിൻ്റെ അകത്ത് -1 കാണിച്ചു കഴിഞ്ഞാൽ പുറത്ത് ചിലപ്പോൾ 0 അങ്ങനെയൊക്കെ ആയിരിക്കും ടെമ്പറേച്ചർ. കാരണം ഈ റണ്ണിങ്ങിലല്ലേ ആ കാറ്റിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നമുക്കൊരു നല്ല വെതർ ആയാൽ മതിയായിരുന്നു. മഞ്ഞ് വീഴ്ചയൊക്കെ പയ്യെ ഒരു റെയിനിൻ്റെ സെറ്റപ്പിലേക്ക് ഒരു മഴ പോലെയായി മാറിയിട്ടുണ്ട്. കാരണം നന്നായി. ശരിക്കും ഇവിടെയുള്ള വണ്ടികൾക്ക് ഈ ടെമ്പറേച്ചർ ഗേജ് ഉണ്ടാവാൻ തന്നെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴും ആ ടെമ്പറേച്ചർ ഗേജ് നോക്കി വേണം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ മഞ്ഞ് വീഴ്ച നിന്ന് പയ്യെ ചെറുതായിട്ട് മഴയായെന്ന് പറഞ്ഞില്ലേ, പക്ഷെ എന്നാലും ടെമ്പറേച്ചർ 0-1 നിൽക്കുന്നത് കൊണ്ട് ഇതിനി താഴാതെ നോക്കണം. ഇത് താന്നാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയ്ത് എടുക്കുന്ന മഴയും നനവും എല്ലാം ഫ്രീസിങ് റെയിൻ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് മാറും. അതായത് മഴവെള്ളം വീണ് നമ്മുടെ നാട്ടിൽ സാധാരണ ഒഴുകി പോകുന്നത് പോലെ അത് പോകാതെ നേരെ നിലത്ത് വീണ് അതൊരു ഐസ് കട്ടയായിട്ട് ഇങ്ങനെ ഐസിൻ്റെ ഒരു വലിയ പാളിയായിട്ട് മാറും. ഒരു വലിയ ഷീറ്റ് ഓഫ് ഐസായിട്ട് മാറുവേ. അത് എക്സ്ട്രീം ഡേഞ്ചറാണ്. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, മറ്റേ ഈ വലിയ ഐസ് കട്ടയുടെ ഈ പാളിക്കകത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമല്ലോ, തെന്നിത്തെറിച്ച് കിടക്കും എന്നുള്ളൊരു സാധനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ടെമ്പറേച്ചർ ഗേജ് നോക്കി വേണം എപ്പോഴും വിൻ്ററിൽ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. വേണ്ട ഇപ്പം നിങ്ങൾ കണ്ടോ ടെമ്പറേച്ചർ -2. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. ഇനി നമ്മൾ റോഡ് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ റോഡിൽ കിടക്കുന്ന വെള്ളമെല്ലാം ഐസായിരിക്കും കേട്ടോ. ചിലപ്പോൾ തെന്നിത്തെറിച്ചു. ഇതിനാണ് ബ്ലാക്ക് ഐസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഫ്രീസിങ് റെയിൻ ആൻഡ് ബ്ലാക്ക് ഐസ്. ടെമ്പറേച്ചർ ഗേജിൻ്റെ പ്രയോജനം മനസ്സിലായോ? നമുക്ക് ഈ ഗേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയല്ല, നമ്മളിത് അങ്ങനെ അങ്ങ് ഓടിച്ചു പോകും. എന്തായാലും രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മൾ സോൾട്ട് ലേക്ക് സിറ്റിയുടെ വലിയ ചുരമൊക്കെ ഇറങ്ങി കുറച്ചുകൂടെ പരന്ന പ്രദേശങ്ങളിലേക്ക്, താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തി കേട്ടോ. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് മെച്ചപ്പെട്ടു. സ്നോ ഒക്കെ പെയ്ത് കിടക്കണമൊക്കെ ഒന്ന് വെള്ളമായി. ടെമ്പറേച്ചർ 0 ഉള്ളൂ.